ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നമുക്ക് പാടത്തുനിന്ന് കിട്ടിയ മീൻ, അതായത് പാടത്തുനിന്ന് കിട്ടിയത് മറ്റേ ചുടിയൻ, കണ്ണെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയും, ചുടിയനാണ്. അപ്പോൾ അത് ഒന്ന് നമുക്ക് കറി വെക്കാൻ പറഞ്ഞാൽ അത് ഈ മറ്റേ ശ്വാസം മുട്ടൽ, ആസ്മ അങ്ങനെയുള്ള അസുഖത്തിനൊക്കെ ബെസ്റ്റ് മെഡിസിനാണ് അത്ര ആ ഒരു മീനിന്. അതൊരു നമ്മളെ മുളക് ജാറ് വെച്ച് കഴിച്ചാൽ അത് അത്രയും നല്ലതാണെന്ന് അത്ര പറയുന്നത്. അപ്പോൾ ഇവിടെ ഇക്കാക്ക് ശ്വാസം മുട്ടലിൻ്റെ അസുഖമുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് കറി വെക്കാം. അപ്പം ഇന്ന് അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം വലിയ രീതിയിലൊന്നുമല്ല, നമ്മൾ സാധാ ഒരു മീൻ ജാറ്, മുളക് ജാറ് വെക്കുന്ന പോലെ തന്നെയാണ് ഇതും ഞാൻ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്നും വലിയ സാധനങ്ങളൊന്നും അതിന് ആവശ്യമില്ല കേട്ടോ. അപ്പം ഞാനിത് ഇവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നേരെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ പാടം, ആ പാടത്തിൽ പാമ്പ് തവള്ളം പിടിക്കാനും കേട്ടോ. അപ്പം ഞാൻ ശബ്ദം കേട്ടിട്ട് ഒന്ന് ഇറങ്ങിപ്പോയി നോക്കിയതാണ്. നോക്കുമ്പോൾ അത് അതിൻ്റെ വായിൽ നിന്ന് അത് മിസ്സായി, വിട്ടില്ല കേട്ടോ. പക്ഷെ അത് സാധനം വീണ്ടും തപ്പി പിടിച്ച് അതിന് പിടിച്ചു. ഗൈസ്, എന്താ അല്ലേ, വിശന്നാൽ ഞാനല്ലാണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് എല്ലാ മൃഗങ്ങളുടെയും കാര്യം. വിശന്നാൽ നമ്മളല്ലാണ്ടായി തീരും. അപ്പോൾ ഒന്ന് മുളക് ചാറ് വെക്കാൻ അത് കാണിച്ചു തരാം കേട്ടോ. അപ്പം മീൻ ഒക്കെ വെട്ടി വൃത്തിയാക്കിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വലിയ മീൻ തന്നെയാണ്, ചൊടിയന്മാർ തന്നെയാണ്. ഇത് ഞങ്ങളൊന്നും കഴിക്കൂല, നമുക്ക് എനിക്കിഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ മെഡിസിനാണ്, നല്ലതാണ്, ശ്വാസം മുട്ടലിന് ബെസ്റ്റാണെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഇക്കി അത് കഴിക്കുന്നത്. അപ്പോൾ മരുന്നല്ലേ അത് ഉദ്ദേശിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് വെക്കുന്നത്. അപ്പോൾ അതേ നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടിക്കോളി കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളകും കേട്ടോ. പച്ചമുളക് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും ഐറ്റംസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് വൃത്തിയാക്കിയിട്ട് അരിഞ്ഞെടുക്കാം. അയ്യോ, എനിക്ക് ചെറിയ ഉള്ളി അരിയാനേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ എന്ത് കറി വയ്ക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ സബോളയാണ് കേട്ടോ മുറിച്ചിടൽ. ഈ ചെറിയ ഉള്ളി അരിയാൻ നിന്നാൽ കണ്ണിക്കൂടെ വെള്ളം വരും, ഈ അലർജിയാണ്, എനിക്കിഷ്ടമല്ല. പക്ഷേ ഇക്ക പറഞ്ഞ് മീൻ കറി വെക്കുമ്പോൾ ചെറിയ ഉള്ളി മാത്രം അരിഞ്ഞാൽ മതി, ഇതിൻ്റെ സബോള തന്നെ നീ അരിഞ്ഞിടണ്ടാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് കഷ്ടപ്പെട്ട് ഇരുന്ന് ആ ചെറിയ ഉള്ളി തൊടിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല എരിച്ചൽ കണ്ണെരീനൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഒന്ന് അത് കൈ പിടിക്കുമ്പോൾ ഒരു ശ്വാസം മുട്ടലാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അത് ഇഷ്ടപ്പെടാണ്ടും ഇഷ്ടപ്പെട്ടിട്ടും അങ്ങോട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയും തക്കാളിയും വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. ഇപ്പം നാടൻ മീൻകറിയാണ്, അതിൻ്റെ കൂടെ വേറെ ഒന്നും തന്നെ ഞാൻ അതിൽ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. വെളുത്തുള്ളി കുത്തിയിടലാണ് കേട്ടോ. അപ്പോൾ അതാണ് കേട്ടോ മീൻ ചൊടിയൻ. അതൊക്കെ വെട്ടി നല്ല ഇതാക്കി തന്നപ്പോൾ ഞാൻ അതിനെ നല്ലപോലെ കഴുകി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ എല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, ഉള്ളി, തക്കാളി, വെളുത്തുള്ളി ചതച്ചത്, പുളി വെള്ളത്തിലിട്ടത്, 1 കപ്പ് വെള്ളവും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അപ്പോൾ മെയിൻ ഐറ്റംസ്. അപ്പോൾ ഞാനിതിലേക്ക് ആദ്യം ഉലുവ ഇട്ടിട്ട് പൊട്ടിക്കുന്നത്. ഉലുവ ഇട്ടാലും നന്നായിട്ടുണ്ടാകും എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഉലുവ ഇട്ട് പൊട്ടിച്ച് അതിന് ശേഷമാണ് ഈ വക സാധനങ്ങളൊക്കെ ഇട്ട് വഴറ്റാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി ഞാൻ കൊട്ടിയിട്ടുണ്ട്, അത് നല്ല മൂത്ത് വരുന്ന പോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ഉള്ളി ഇട്ട് കളർ ചേഞ്ചായി നല്ലതാണ്, നല്ലൊരു കളർ ചേഞ്ച് ആയി. അപ്പോൾ ഉള്ളി ഒന്ന് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കതിലേക്ക് ഇനി എടുത്ത് വെച്ചിരിക്കണ സാധനങ്ങളിടാം. ഉള്ളി കളർ ചേഞ്ച് ആയപ്പോൾ നമുക്ക് തക്കാളി, വെളുത്തുള്ളി ചതച്ചത്, പച്ചമുളക് 3ഉം ഒപ്പം കൂട്ടി ഇളക്കാം. നല്ലപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടണ വരെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നല്ല മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. തക്കാളി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഒക്കെ നല്ലപോലെ വഴങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്താ നല്ലപോലെ ഒന്ന് വഴങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ, മസാലകൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് 3 മാത്രമാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരുമിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഇട്ടുന്നത്. വേറെ വേറെ ഇടുന്നില്ല, 3 ഒരുമിച്ച് ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. പൊടിൻ്റെ പച്ചമുളക് മാറിക്കിട്ടട്ടെ. ഞാനിതാ പുളിവെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് നമ്മുടെ അടിപൊളി കറി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടേസ്റ്റ് ചെയ്തല്ല, എങ്കിലും ഒന്ന് ചുമ്മാ ഒന്ന് ടേസ്റ്റ് നോക്കിയതാ. നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ ഒക്കെ ചെയ്യുന്നത്. നമ്മൾ പിടിച്ചു തരാനോ അല്ല വീഡിയോ എടുത്തു തരാനോ ആരും തന്നെ ഇല്ല. അപ്പം ഞാൻ അതെടുക്കുമ്പോൾ ഷെയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് ചാറ്, ചൊടിയൻ മുളക് ചാറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ 2-3 അയിലച്ചെമ്പ അതും കൂടെ തന്നപ്പോൾ അതും കൂടെ പൊരിക്കാൻ വെച്ചാൽ ഞാൻ ഈ കറി ഈ മീനിൻ്റെ അത് കൂട്ടൂല. അപ്പോൾ രസം വെച്ചിരുന്നു, അതും അയിലയും വറുത്ത തട്ടിപ്പുള്ളിയാണ്. അപ്പോൾ അത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ വറുത്തു. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂടിക്കോളി കേട്ടോ. അപ്പം മറക്കരുത്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.